ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചൂട പറ്റിച്ചത്, അതായത് ചൂട ചതച്ച് പറ്റിച്ചതെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. അതിനായിട്ട് കുറച്ച് കൊഴുവ, അതായത് ചൂട നമ്മൾ കഴുകിയെടുത്തു. ഒരു അരക്കപ്പ് തേങ്ങ തിരിഞ്ഞെടുത്തു. പിന്നെ വേണ്ടുന്നത് ശകലം കുടംപുളി, ഒരു തണ്ട് കരിയാപ്പില, 2 മുളക്, മല്ലി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഉലുവാപ്പൊടി, ഉപ്പ്. അതായത് ഞാൻ മല്ലിയൊക്കെ ഫ്രഷായിട്ടുള്ള മല്ലി എടുക്കുന്നത്, മല്ലിപ്പൊടി എടുക്കത്തില്ല. എന്തൊക്കെ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനൊരു നല്ല ടേസ്റ്റാണ്. മല്ലി ഫ്രഷായിട്ട് അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ മുളകായാലും പൊടിച്ച് വെച്ചേക്കുന്ന മുളകിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കറികൾക്ക് ഒരു ഇത്തിരി 2 മുളകൊന്ന് അരച്ചെടുക്കുന്ന, തേങ്ങയുടെ കൂടെയൊക്കെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിൽ ആദ്യം മസാലകളെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമേ തേങ്ങ ഇട്ടൊന്ന് ഉരുട്ടിയെടുക്കാവൂ. സാധാരണ ഇത് അരകല്ലിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ സൗകര്യാർത്ഥം ഇവിടെ അരകല്ലില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ മിക്സിയിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അരച്ചുകൊണ്ട് വരാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത്, ഒരു ചട്ടിച്ചെരുവ് എടുത്തു. അതിനകത്ത് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ നത്തോലി നമ്മളതിലേക്ക് ഇടുക. നത്തോലി എന്ന് പറഞ്ഞാൽ ചൂട അതിലേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ശകലം വെള്ളം, ഇത് വേവാൻ അധികം താമസമൊന്നുമില്ല, അത് കാരണം ഇത് കുറച്ച് വെള്ളം കൂടെ ഇട്ട് അടുപ്പേ വെച്ച് വറ്റിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് മസാലകൾ പറഞ്ഞപ്പോഴേ മഞ്ഞൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി ഒരു 1/4 സ്പൂൺ മഞ്ഞളും കൂടെ അതിൻ്റെ കൂടെ ഇട്ടേക്കണേ. ഉപ്പ് നമ്മളുടെ സ്വാദിനനുസരിച്ചുള്ള അവനവന് ഇഷ്ടത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു 2 കരിയാപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നല്ലവണ്ണം ഒരു ശകലം വെള്ളം, കൈവെള്ളം എന്ന് പറയാം, അങ്ങനെ അത് ഒരു 1-2 കയ്യിൽ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ, ഒരു 3 സ്പൂണെന്ന് വിചാരിച്ചു, 3 സ്പൂൺ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മതി. അത് വറ്റിയെടുക്കുമ്പോഴത്തേക്ക് കറി വെന്തിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ തോരൻ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ഇത്രയും വെള്ളം മതി. ഇത് വറ്റുമ്പോഴത്തേക്ക് തന്നെ വെന്തിരിക്കും. ഒരുപാട് വെള്ളമായാലും ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളധികം വെള്ളം ഒഴിക്കത്തില്ല. ചെറിയ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഇറക്കി വെക്കുന്നുണ്ട് നമ്മളൊരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെക്കുക. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇതാണ് നമ്മുടെ ചൂട വറ്റിച്ചതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇതിനിപ്പോൾ നമുക്ക് കഴിക്കാം. അത്ര നല്ല ടേസ്റ്റുള്ള ഒരു സാധനം കേട്ടോ.